സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഷാരികയാണെങ്കിൽ കെവിനെ വെറും പൊട്ടനാക്കുകയാണ്. കെവിനെ അറിയില്ല ഷാരിക ഇത് പ്രണയം അഭിനയിക്കണേ. അന്ന് സത്യത്തിൽ കെവിന് ഷാരികയോട് വലിയ പ്രണയമൊന്നുമില്ല. ഇവൻ വേറെ എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ഷാരികയെ പ്രണയിക്കുന്നതായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ഷാരിക കെവിനെ പൊട്ടനാക്കുക എന്നുള്ള വിവരവും കെവിന് മനസ്സിലാവണില്ല. എന്തായാലും കെവിനിൽ നിന്ന് തന്നെ ഷാരിക ഈ നന്ദൻ്റെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ദേവികയെ കാണാഞ്ഞിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് ദേവിക എവിടെയെന്ന്. അന്നേരം പ്രഭാവതിയാണെങ്കിൽ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല എന്നുള്ള നിലപാടിലാണ് ആദ്യം നിൽക്കണേ. പിന്നീട് ഇനി മന്ത്രിനെ കാണാൻ പോണ കാര്യമൊക്കെ പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് പുറത്തേക്ക് പോയി, എവിടെ പോയതാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞതും സിദ്ധാർത്ഥനാണ് ഈ ഫോണെടുത്ത് ദേവികയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ദേവികയാണെങ്കിൽ ഗിരീഷിൻ്റെ ഒപ്പം ഈ നന്ദൻ താമസിക്കുന്ന ഹോം സ്റ്റേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥൻ്റെ കോൾ വന്നതും ഫോൺ എടുത്തിട്ട് പറയച്ചാന്ന് പറയുമ്പോൾ അതേ മോളെ നീ എവിടെയാണ്, ചീഫ് മിനിസ്റ്റർ മോളെ കാത്തിരിക്കുക എന്ന് പറയുമ്പം എനിക്ക് വയ്യ അച്ഛാ ഇപ്പം മിനിസ്റ്ററെ കാണാൻ പോവാൻ. എന്തായാലും ആ ഫയലില്ലാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി തല കുനിച്ച് നിൽക്കേണ്ടി വരും. അതെനിക്കൊരിക്കലും വയ്യ. ഞാൻ എന്തായാലും ആ ഫയലിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ആ ഫയലുമായിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ. ഇപ്പം ഞാൻ ആ ഫയൽ എടുക്കാൻ പോവാണെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് ഫയൽ ഇനി എവിടെയാണെന്ന് വിചാരിച്ചിട്ടാണ് മോളെ നീ എടുക്കാൻ പോണേന്ന് ചോദിക്കുമ്പം എന്തായാലും ആ ഫയൽ കൊണ്ടുപോയത് നന്ദു എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പം നന്ദു എവിടെയുണ്ടോ അവിടെ ആ ഫയലും കാണും. അപ്പം നന്ദൻ എവിടെയാണെന്ന് നീ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പം ഉവ്വച്ച നന്ദൻ എവിടെയാണെന്നുള്ള കറക്റ്റ് അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഞാൻ അവിടെ എത്തിയതിന് ശേഷം അച്ഛനെ വിളിക്കാമെന്ന് പറയുമ്പം മോളുടെ കൂടെ ആരോ ഉള്ളത്, മോൾ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുമ്പം ഇല്ല അച്ഛാ എൻ്റെ കൂടെ ഗിരീഷ് ഏട്ടനുണ്ട്. അപ്പം മുരളി എന്തെന്ന് ചോദിക്കുമ്പം മുരളിയേട്ടന് ഇന്ന് അത്യാവശ്യമായിട്ട് എവിടെയോ പോകാനുണ്ട്. അതുകൊണ്ട് മുരളിയേട്ടൻ രാവിലെ തന്നെ ലീവ് പറഞ്ഞായിരുന്നു. പിന്നെ ഗിരീഷേട്ടനെ വിളിച്ചപ്പം ഗിരീഷേട്ടൻ വരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഗിരീഷേട്ടനെ വിളിച്ചുകൊണ്ട് പോകുക. അല്ലെങ്കിലും എൻ്റെ കൂടെ ഇപ്പോൾ വരാൻ പറ്റിയത് ഗിരീഷേട്ടൻ തന്നെയാണ്. ഞാനിപ്പോൾ പോണ സ്ഥലത്തേക്ക് ഗിരീഷേട്ടൻ എൻ്റെ കൂടെ വന്നത് എനിക്ക് വലിയൊരു ഉപകാരമാകുന്നു. അന്നേരം ഈ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് അപ്പം നന്ദൻ എവിടെയുണ്ടെന്നുള്ളത് മോൾക്ക് ഉറപ്പായോ എന്ന് ചോദിക്കുമ്പം ഉവ്വച്ചാ നന്ദു ഉള്ള സ്ഥലം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അവിടെ എത്താറായിട്ടുണ്ട്. എന്തായാലും ഞാൻ നന്ദുവിനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് തന്നെ വരും. അച്ഛനും അമ്മയും അപ്പോൾ അവിടെ ഉണ്ടാകണമെന്ന്. ആ ശരി മോളേന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥൻ ഫോൺ വയ്ക്കുന്നു. ആ സമയത്ത് പ്രഭാവതിയാണെങ്കിൽ ഈ സിദ്ധാർത്ഥൻ പറയണതെല്ലാം കേട്ടിട്ട് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സിദ്ധാർത്ഥനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് കോൾ കട്ട് ചെയ്തതും സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് എന്താ സിദ്ധു ദേവിക എന്താ പറഞ്ഞ്, ദേവിക എവിടെ പോണ കാര്യം പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഒന്നും എനിക്കങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലായില്ല. ദേവിക ആ ഫയൽ എടുക്കാൻ പോണേന്നാണ് പറഞ്ഞത്. അതെവിടെയായിന് ആ ഫയൽ എവിടെയാണെന്ന് അവൾക്ക് അറിവ് കിട്ടിയോന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല. എന്തായാലും നന്ദന ആ ഫയൽ എടുത്തതെന്ന് അവൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദനുള്ളിടത്ത് ആ ഫയലും കാണുമെന്നാണ് മോള് പറയണേ. അതിന് നന്ദന എവിടെയാണെന്ന് മനസ്സിലാവുമോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ദേവിക മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും അവളൊരു MLA അല്ലേ, അവൾക്ക് അതിനുള്ള കഴിവുണ്ടാവും. അവളിപ്പോൾ നന്ദൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. കൂടെ ആരാ ഉള്ളതെന്ന് ചോദിക്കുന്ന സമയത്ത് കൂടെ ഗിരീഷിനോ ഉള്ളതെന്ന്. അന്നേരം ഗിരീഷിനോ അപ്പോൾ മുരളി എന്തെന്ന് ചോദിക്കുമ്പോൾ മുരളി ഇന്ന് ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദേവിക ഗിരീഷിനെയും വിളിച്ചുകൊണ്ട് പോയതാ. എന്തായാലും ഗിരീഷനെ അവളുടെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നും ആവണ്ടെന്ന് പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട് നന്ദന എവിടെയാണെന്നുള്ള അറിവ് കിട്ടിയിട്ടാണോ ദേവിക പോണേന്ന് ചോദിക്കുമ്പം പിന്നല്ലാതെ നന്ദന എവിടെയാണെന്ന് അവൾക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നന്ദനെ കൈയോടുകൂടി തന്നെ പിടിക്കണമെന്നും പറഞ്ഞാൽ ദേവിക പോയേക്കണേ. എന്തായാലും താൻ ടെൻഷനാവുമൊന്നും വേണ്ട, നന്ദനെ കൈയോടുകൂടി പിടിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നാണ് മോള് പറഞ്ഞേക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഷാരികേനെയും കെവിനെയാണ്. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കെവിൻ്റെ ഫോണിലേക്ക് ഇസബെല്ല വിളിക്കുന്നുണ്ട്. ഇസബെല്ല എന്ന് കണ്ടതും കെവിനാണെങ്കിൽ ഫോൺ എടുക്കാൻ മടിക്കുന്നുണ്ട്. ആ സമയം ഷാരിക ചോദിക്കുന്നുണ്ട് ആരാ കെവിൻ ചേട്ടാ വിളിക്കണേന്ന് ചോദിക്കുമ്പം അതെൻ്റെ ഒരു ഫ്രണ്ടാ ബെല്ലയാന്ന് പറയുന്നു. പിന്നെ എന്താ കെവിൻ ചേട്ടാ ഫോൺ എടുക്കാത്ത, ഫോൺ എടുക്കുക കെവിൻ ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ കെവിൻ ഫോൺ എടുത്തതും ഇസബെല്ല പറയുന്നുണ്ട് എന്തൊക്കെയുണ്ടാ അവിടെ വിശേഷങ്ങൾ, കേസൊക്കെ എന്തായി, വലിയ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ബെല്ല, ഇപ്പം നിങ്ങളെവിടെയാന്ന് ചോദിക്കുമ്പം ഈ ഇസബെല്ല അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് നന്ദനെ അന്വേഷിച്ച് നിൻ്റെ പാപ്പനെ ഇറങ്ങുമെന്ന് ചോദിക്കുമ്പം പാപ്പൻ്റെ മുകളിൽ ഒരുപാട് സമ്മർദ്ദം ദേവിക ചെലുത്തുന്നുണ്ട്. എന്തായാലും ഇനിയും കേസ് അന്വേഷിച്ചില്ലെങ്കിൽ പാപ്പൻ്റെ തൊപ്പി തെറിക്കുമെന്നാണ് തോന്നണേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഒരു കാര്യവും നടക്കൂല. അത് കേട്ടതും ഈ ഷാരികയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ആരായിരിക്കുമോ പാപ്പൻ തൊപ്പി തെറിക്കുമെന്ന് പറയുമ്പം എന്തായാലും അതൊരു പോലീസ് ഓഫീസറായിരിക്കും. അതാരാന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. എന്തായാലും കെവിൻ ചേട്ടൻ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട്
തന്ത്രത്തിൽ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ശാരിക ഇരിക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ കെവിനാണെങ്കിൽ ശാരിക ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും ശാരിക അതൊന്നും ശ്രദ്ധിക്കാത്ത പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ഫോൺ കട്ടായതും ഈ ശാരിക ചോദിക്കുന്നുണ്ട്, എന്താ ബെല്ല പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, കുറച്ച് കമ്പനിയിലത്തെ കാര്യങ്ങൾ പറഞ്ഞതാ, വേറെ പ്രശ്നമുള്ള കേസൊന്നും അല്ല എന്ന് പറയുമ്പോൾ, അല്ല തൊപ്പി പോണ കാര്യമൊക്കെ പറഞ്ഞത് ആരുടെയാന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ആരുടെയല്ല, ഇസബല്ലയുടെ പാപ്പനൊരാൾ പോലീസിലുണ്ട്, അയാളുടെ ജോലി ചിലപ്പോൾ പോണ കാര്യമാണ് പറഞ്ഞതെന്ന്. ആ സമയം ശാരിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്ക് ഇത്രയും കിട്ടിയാൽ മതി, ബാക്കി ഞാൻ കണ്ടുപിടിച്ചോളാം. ഇതേസമയം നന്ദനും ബെല്ലയും കൂടി റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് ബെല്ലയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. നന്ദനാണെങ്കിൽ ബെല്ല കൂടെ ഉള്ളത് കൊണ്ട് തന്നെ വല്ലാത്തൊരു വീർപ്പുമുട്ടലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും, എനിക്ക് എത്രയും പെട്ടെന്ന് ദേവിയുടെ അടുത്ത് എത്തണം. ഇപ്പോൾ ആ ഫയലില്ലാണ്ട് ദേവി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. എന്തായാലും ആ ഫയലിൻ്റെ പേരിൽ ദേവിയുടെ MLA സ്ഥാനം പോയാൽ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല ദേവിക്ക് പിന്നെ എന്നെ സ്നേഹിക്കാനോ എന്നോട് ക്ഷമിക്കാനോ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ദേവി അത്രയ്ക്കും മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് വേണ്ടി നാണം കെട്ടിട്ടുണ്ട്. അന്ന് തന്നെ ആ പ്ലാന്റിന് അനുമതി കൊടുപ്പിച്ചപ്പം ദേവിയെ എല്ലാവരും അഴിമതിക്കാരി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. അന്നൊന്നും ഞാൻ അതിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടിയില്ല. അവസാനം ഒരു നിവൃത്തിയില്ലാണ്ടായപ്പോഴാണ് ദേവി സത്യങ്ങളെല്ലാം അച്ഛനോട് തുറന്ന് പറഞ്ഞത്. ഇനി ഞാൻ എന്ത് ചെയ്യും ഭഗവാന്, ആ ഫയൽ എങ്ങനെ ദേവിക്ക് തിരിച്ചു കൊടുക്കും? ആ ഫയലില്ലെങ്കിൽ ഇന്ന് തന്നെ ദേവി MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുമല്ലോ. ഇവിടെയാണെങ്കിൽ ഇസബല്ല ഒരു തലവേദനയായിട്ട് കൂടിയേക്കാം, ഇവളുടെ അടുത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ ഇങ്ങനെ നന്ദന ആലോചിച്ചിരിക്കുന്ന സമയത്ത് ബെല്ല ചോദിക്കുന്നുണ്ട്, എന്താ നന്ദ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനിയിപ്പോൾ ഇവിടെ താമസിക്കേണ്ട, തിരിച്ചു പോകണമെന്നാണ് തോന്നണമെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. ഇനിയിപ്പോൾ പാപ്പൻ കേസ് ഏറ്റെടുത്ത സ്ഥിതിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ പാപ്പൻ 2 ദിവസം കൂടി നമ്മളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞേ. 2 ദിവസത്തിനുള്ളിൽ പാപ്പൻ ഈ കേസിൽ എന്തെങ്കിലും ഒരു തീരുമാനം കണ്ടെത്താമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അതിന് ഞാൻ ഇന്ന് പോകണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ വല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പോയാൽ മതി. അതല്ല ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. ദേവി ആ ഫയലില്ലാതെ മിനിസ്റ്ററുടെ അടുത്ത് നിന്ന് എന്തു പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മിക്കവാറും ദേവിക്ക് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. അന്നേരം ഈ ബെല്ല പറയുന്നുണ്ട്, അതൊന്നും നമ്മളുടെ വിഷയമല്ല നന്ദ. ഇപ്പം നമുക്ക് പ്രധാനം ഋഷിയുടെ കൊലപാതക കേസിൽ നിന്നും നിനക്ക് രക്ഷപ്പെടണം എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഈ ഫയൽ പോയാലും കുഴപ്പമില്ല, നീ കേസിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഇനിയിപ്പോൾ ദേവികയുടെ MLA സ്ഥാനം പോയാലും നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അടുത്ത സ്ഥാനാർത്ഥിയായി നിന്ന് അവിടുത്തെ MLA ഞാനായിക്കോളാം. അത് കേട്ടതും നന്ദനാണെങ്കിൽ ഭയങ്കര ഷോക്കോടുകൂടി ബെല്ലയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ബെല്ല ഈ പറയണേ, ദേവിക രാജി വെച്ചിട്ട് നിനക്ക് MLA ആവണമെന്നാണ് പറയണതെന്ന് ചോദിക്കുമ്പോൾ, അതല്ല നന്ദ, ഞാനത് നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്. ഞാനിപ്പോൾ MLA ആവാനൊന്നും പോണില്ല എന്ന് നിനക്കും അറിയില്ലേ, പിന്നെന്താ നീ ഇങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പോൾ നന്ദനാണെങ്കിൽ ആശ്വാസം ഇതുപോലെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയാണ്. രജനിയാണെങ്കിൽ ഗിരീഷിനെ കാണാണ്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഗിരി പറയണ സമയമായല്ലോ, ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം അമ്മ പറയുന്നുണ്ട്, അത് മോളെ ഞാൻ പറയാൻ മറന്നുപോയി, ഗിരി ദേവികയുടെ കൂടെ എവിടെയോ പോയതാണ്. അന്നേരം രജനി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ഗിരി ദേവികയുടെ കൂടെ പോയ, മുരളി ഇല്ലേന്ന് ചോദിക്കുമ്പം ഇല്ല, ഇന്ന് മുരളി എന്തോ കാര്യത്തിന് ലീവ് എടുത്തേക്കുക, അതുകൊണ്ട് ദേവികയ്ക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞപ്പം വിശ്വസ്തരായിട്ട് കൂടെ കൊണ്ടുപോകാൻ ആരെയും കിട്ടിയില്ല, അതുകൊണ്ട് ഗിരിനെ വിളിച്ചുകൊണ്ടാണ് പോയെന്ന് പറയുമ്പം രജനിക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടമാവണില്ല. രജനി പറയുന്നുണ്ട്, എന്നാലും ഗിരി പോയ എന്തിനാ, ഗിരി എന്താ അവളുടെ ഡ്രൈവറാണോ, അവളൊരു MLA വന്നേക്കണേ, എനിക്കിതൊന്നും ഒട്ടും ഇഷ്ടമാവണില്ല കേട്ടോ അമ്മയെന്ന് പറയുമ്പം ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ മോളെ, ഗിരി ആ വണ്ടി ഒന്ന് ഓടിച്ചെന്ന് ഓർത്തിപ്പോൾ എന്താ പ്രശ്നം, ദേവികയല്ലേ, അവളെ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിട്ട് ഗിരി കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ രജനി പറയുന്നുണ്ട്, ആ അതെന്താണെന്ന് വെച്ചാൽ ഗിരിയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, ഞാൻ എന്തായാലും ഗിരിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ, എവിടെയാണെന്ന് അറിയാലോ എന്നും പറഞ്ഞ് രജനിയാണെങ്കിൽ ഫോണെടുത്ത് ഗിരിക്ക് വിളിക്കുന്നുണ്ട്. ഇതേസമയം ഗിരിയാണെങ്കിൽ ദേവികയോട് പറയുന്നുണ്ട്, അവിടെ ചെല്ലുമ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടാലും ദേവിക മാനസികമായി തകർന്നു പോകരുത്, പിടിച്ചു നിൽക്കണം, അവർക്കിടെ മുമ്പിൽ ഒരിക്കലും തോക്കാൻ പാടില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ഇല്ല ഗിരീഷേട്ടാ, അവരുടെ മുന്നിൽ ഞാൻ എൻ്റെ ഒരു സങ്കടവും കാണിക്കില്ല, അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ എന്തിനാ സങ്കടപ്പെടുന്നത്, എന്നെ വേണ്ടാത്ത ഭർത്താവിനെ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ, നന്ദുവിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി, ഞാൻ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നത്. ഈ സമയത്താണ് നമ്മളുടെ ഗിരീഷിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ എടുത്ത് നോക്കിയതും രജനിയെ വിളിക്കണമെന്നും പറഞ്ഞ് ഗിരി വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്.
എന്നിട്ട് പറയുന്നുണ്ട്, രജനി ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് വിളിക്കാം, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ഗിരി ദേവികയും കൊണ്ട് എവിടെ പോയതാന്ന് ചോദിക്കണം. അന്നേരം ഗിരീശൻ പറയുന്നുണ്ട്, നന്ദന ഒരു സ്ഥലത്തുണ്ടെന്ന് അറിവ് കിട്ടിയിട്ടുണ്ട്, നന്ദനെ കൈയോടുകൂടി പിടിക്കാനായിട്ട് ഞാനും ദേവികയും കൂടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടതും രജനി ചോദിക്കുന്നുണ്ട്, അതിന് കൈയോടുകൂടി പിടിക്കാൻ നന്ദന എന്നാ കൊലപ്പുള്ളി വല്ലതും ആണോന്ന് ചോദിക്കുമ്പം നന്ദനിപ്പോൾ അതിലും വലിയ ക്രിമിനൽ കുറ്റം രജനി ചെയ്തുകൊണ്ട് നടക്കണേ, എന്തായാലും ഞാൻ നിന്നെ പിന്നെ വിളിക്കാം, നീ ഇപ്പോൾ തൽക്കാലം ഫോൺ വയ്ക്കുന്നും പറഞ്ഞുകൊണ്ട് ഗിരിയാണ് ഈ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം കൊണ്ട് അവർ ആ ഹോം സ്റ്റേയിൽ എത്തുന്നുണ്ട്. ഹോം സ്റ്റേയിലെത്തി നമ്മളുടെ ദേവിക കാറിൽ നിന്ന് ഇറങ്ങണ കാണുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് വീഡിയോ അയച്ചു കൊടുത്ത ആ ഒരാൾ ആ രംഗങ്ങളൊക്കെ അയാളുടെ മൊബൈലിൽ പകർത്തുന്നുണ്ട്. എന്നിട്ട് അയാൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇപ്പം തന്നെ നല്ലൊരു പൊട്ടിത്തെറി നടക്കും, എന്തായാലും ഇത് ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ നല്ലോണം റീച്ചും ലൈക്കും കിട്ടാൻ പറ്റിയ ഒരു ടോപ്പിക്ക് തന്നെയാണ്, എന്തായാലും ഇവരുടെ പുറകെ തന്നെ കൂടാം, ഇപ്പം തന്നെ ഇവർ ആ നന്ദൻ്റെ റൂമിലേക്ക് ചെല്ലും, അപ്പോൾ അവിടെ നടക്കണതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അയാൾ ഈ ദേവികയുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ദേവികയാണെങ്കിൽ റൂം നമ്പർ 5 ഏതാണെന്ന് നോക്കി ചെന്ന് ആ റൂമിൻ്റെ ഡോറിൽ കൊട്ടണ സമയത്ത് ഇസബല്ലയാണെങ്കിൽ വീണ്ടും ആരായി വന്ന് ശല്യം ചെയ്യണേ, സമാധാനമായിട്ട് ഒരു മിനിറ്റ് ഇരിക്കാൻ പോലും സമ്മതിക്കില്ലല്ലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഡോറ് തുറക്കാനായിട്ട് എണീക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഇതെല്ലാം വേണ്ട, ഞാൻ തന്നെ ഡോറ് തുറന്നോളാമെന്നും പറഞ്ഞ് നന്ദനാണെങ്കിൽ എഴുന്നേറ്റ് വരുമ്പം ഇസബല്ല നന്ദൻ്റെ തോളിലും തൂങ്ങി ഡോറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ നന്ദൻ ഡോറ് തുറന്ന് നോക്കുന്നതും കാണുന്നത് ദേവികയാണ്. ദേവിക നോക്കുമ്പോൾ കാണുന്നത് നന്ദൻ്റെ തോളിലും തൂങ്ങി നിൽക്കുന്ന ഇസബല്ലേനെയാണ്. ദേവിക ഇത് കണ്ടതോടുകൂടി ആകെ ഷോക്കാവുന്നുണ്ട്. അതേസമയം നന്ദൻ്റെയും അവസ്ഥ അതുപോലെ തന്നെയാണ്. ദേവികയെ ഒരിക്കലും നന്ദൻ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ദേവി നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ദേവിക മാത്രമല്ല ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് ഗിരീഷ് മുമ്പോട്ട് കയറി നിൽക്കുന്നു. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും